സുവിശേഷത്തിൻ ദീപതെളിച്ചം മഹോന്നതമാത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഈശോയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പ്രഭാഷകന്റെ പുസ്തകം 19:1 പറയുന്നു, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും. ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ ആ വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും സമൂഹവും നാടും ഒന്നാകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത ആ വ്യക്തി, മദ്യപാനികളായ വ്യക്തികൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കാതെ പോകുന്നു. പലപ്പോഴും മദ്യപാനികളുള്ള കുടുംബങ്ങളിൽ മക്കൾക്ക് സ്വസ്ഥമായി പഠിക്കുവാനോ അവരുടെ പ്രതീക്ഷയ്ക്ക് ഉപരി പഠിക്കുവാനോ അവരാഗ്രഹിക്കുന്നത് പോലെ വലിയൊരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരുവാനോ സാധിക്കുന്നില്ല. കാരണം സ്വന്തം പിതാവ് മദ്യപിച്ചുകൊണ്ടും മറ്റ് ലഹരികൾക്ക് അടിമപ്പെട്ടും വരുമ്പോൾ മക്കൾക്ക് സ്വസ്ഥതയില്ല, പഠിക്കുവാനുള്ള ഒരു അന്തരീക്ഷം സംജാതമാകുന്നില്ല സ്വന്തം കുടുംബത്തിൽ. സ്വന്തം മക്കള് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റു മദ്യപിക്കാത്ത പിതാക്കന്മാരുടെ മക്കളുമായി താരതമ്യ പഠനം ചെയ്യുന്നു. എന്തുകൊണ്ട് അവളെപ്പോലെ എനിക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല? എൻ്റെ അപ്പൻ ഒരു മദ്യപാനി ആയതുകൊണ്ട് എനിക്ക് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് മറ്റുള്ളവരെ പോലെ പഠിക്കുവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭർത്താവിനെ ഭയന്ന് ജീവിക്കുന്ന അമ്മമാരുടെ എണ്ണം ഇന്ന് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മദ്യപാനം മൂലവും മറ്റ് ലഹരി വസ്തുക്കൾ മൂലവും വിഷമിക്കുന്ന ഒത്തിരിയേറെ കുടുംബിനികൾ വിഷമിക്കുന്നുണ്ട്. കണ്ണീരിലാണ് ഇന്ന് ഓരോ കുടുംബിനികളും ജീവിക്കുക. എന്നാൽ സമൂഹം എന്ത് വിചാരിക്കും? എൻ്റെ ഭർത്താവിനെ കുറിച്ച് സമൂഹം എന്ത് ധരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു ഭാഗം സ്ത്രീകൾ ആരോടും പറയാതെ എല്ലാം നിശബ്ദമായി സഹിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. അതിനൊക്കെ ബലിയാടായിത്തീരുന്ന കുറേ സ്ത്രീകൾ ആരോടും പറയാതെ മൗനം ഭജിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ കുറേ സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹവും പരിലാളനയും ലഭിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ പുറകെ പോകുന്നതും ഏറിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് മദ്യപാനം മൂലം ഒത്തിരി പേര് ഡൈവോഴ്സ് കേസിലേക്ക് എത്തിച്ചേരുന്നു. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ, ആത്മഹത്യകൾ, കടക്കണികൾ, വീട്ടിൽ സമാധാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷമൊക്കെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു സ്കൂളിലേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി ചെല്ലുമ്പോൾ കുറേയധികം പെൺകുട്ടികൾ വളരെ വിഷമത്തോടെ ക്ലാസ്സിലിരിക്കുകയാണ്. ഓരോ കുട്ടികളെ കാണുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ കുമ്പിട്ടിരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. കാരണം സ്വന്തം പിതാവിൻ്റെ മദ്യപാനം. വീട്ടിൽ സ്വസ്ഥമായി പഠിക്കുവാൻ പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. മറ്റുള്ള എൻ്റെ കൂടെയുള്ള കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു പോകുമ്പോൾ ഞാൻ അതൊക്കെ ഓർത്ത് വിഷമിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൻ്റെ മദ്യപാനത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കും. ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി പഠിക്കുവാൻ സാധിക്കുന്നില്ല. അതുപോലെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കുടുംബ പ്രാർത്ഥനയില്ല, സ്വസ്ഥമായി പഠിക്കുവാൻ സാധിക്കുന്നില്ല, ഒന്നിച്ചിരുന്ന് പങ്കുവെക്കുവാൻ സാധിക്കുന്നില്ല, ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു മദ്യപന്റെ കുടുംബത്തിൽ മക്കൾ അനുഭവിക്കുന്ന വേദനകളാണ്. കാരണം ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവവചനത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് മദ്യപന്മാർക്കും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും സാധിക്കുന്നില്ല. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളം ഇന്ന് മദ്യത്തിൻ്റെയും മറ്റ് മയക്കുമരുന്നിൻ്റെയും ഒക്കെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മദ്യസംസ്കാരം ഇന്ന് മരണ സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായി കരുതുന്ന പലരും ഇന്ന് ഇതിൻ്റെയൊക്കെ മറവില്, മദ്യമാഫിയയുടെ മറവില് ഒളിച്ചു നടക്കുകയാണ്. കാരണം ഇന്നവൻ പണക്കാരനായി തീരുന്നത് ഈ പാവപ്പെട്ടവരെ, തീരദേശ ജനതയെ പിഴിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും മദ്യം കൊടുത്തുകൊണ്ട് അവനെ ചൂഷണം ചെയ്തുകൊണ്ട് അവനെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമൂഹത്തിലാണ് നമുക്ക് ജീവിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം പിതാവിനെ കാണുമ്പോൾ ഓടി അകലുന്ന മക്കള്, സ്വന്തം പിതാവിനെ കാണുമ്പോൾ മറ്റുള്ളവരുടെ പുറകെ പോകുന്ന മക്കള് ഇന്ന് ഒത്തിരിയേറെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവാക്കളുടെ നടപ്പ്, എന്തിനേറെ ആൺകുട്ടികളെക്കാൾ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒത്തിരിയേറെ യുവതികള് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒത്തിരിയേറെ ജോലിക്ക് വേണ്ടി പഠിച്ച് പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ചെല്ലുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും അകന്നൊരു ഹോസ്റ്റൽ ലൈഫിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പഠനമൊന്നും നടക്കുന്നില്ല. നമ്മുടെ പെൺകുട്ടികൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും അവരിൽ നിന്നുമൊക്കെ വളരെ ദൂരത്തേക്ക് പോയിക്കൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന കാഴ്ച നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളെ എങ്ങനെ നമുക്ക് അടച്ചിരിക്കുവാൻ സാധിക്കും? ഈ ദുരന്തത്തിന്റെ മുൻപില് നമ്മുടെയൊക്കെ കണ്ണുകൾ അന്ധമായിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, ടാഗോർ പറയുന്നത് പോലെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം അധപ്പതിക്കുകയാണ്. നിങ്ങളുടെ യുവാക്കള്, നിങ്ങളുടെ വരും തലമുറകൾക്ക് ഇനിയൊരു ഭാവി ഉണ്ടാകുകയില്ല. കാരണം നടന്നു പോകേണ്ട വഴികള് ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. ആ വഴികളെ തുറക്കുവാൻ നിങ്ങളുടെ യുവാക്കൾക്ക് ഇന്നാകുന്നില്ല. വരുന്ന യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഇന്ന് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്നില്ല. കാരണം മാതൃകയാകേണ്ട, തുറന്നു കൊടുക്കേണ്ട പുസ്തകമാകേണ്ട പിതാക്കന്മാര് മക്കൾക്ക് ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷം തുടർന്നാൽ നമ്മുടെ മക്കള് ഇന്ന് മറ്റുള്ളവന്റെ പുറകെ പോകുമ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച വരെ താമസിക്കുന്നുള്ളൂ. ഇതൊക്കെ മാറിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. ഒരു മാതാവും പിതാവുമായി കഴിഞ്ഞാൽ മക്കൾക്ക് ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം മാതാപിതാക്കളാകുന്നില്ല. അവർക്ക് കൊടുക്കേണ്ടതായ സ്നേഹവും വാത്സല്യം കൊടുക്കുവാൻ സ്വന്തം മാതാപിതാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മിൽ നിന്നും അകന്നു പോകും, നമ്മുടെ കൈവിട്ടു പോകും. നമ്മുടെ യുവാക്കളെ ഇനി പിടിച്ചാൽ പിടികിട്ടുകയില്ല. കാരണം വലിയൊരു ദുരന്തത്തിലേക്ക് അവരൊക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം ഞാനൊരു കുട്ടിയെ കാണുകയായിരുന്നു. എൻജിനീയറിംഗ് പഠിച്ച് അവൻ ഞങ്ങളുടെ സ്നേഹതീരത്തേക്ക് വന്നിരിക്കുകയാണ്. ധ്യാനം കൂടുവാനായിട്ട് വന്നപ്പോൾ ആ കുട്ടി പറയുകയാണ്, സിസ്റ്ററെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് കേട്ടിരിക്കുവാനേ സാധിക്കുന്നുള്ളൂ. എൻ്റെ തലയൊക്കെ അന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അന്ധമാണ് എൻ്റെ തലയിലൊന്നുമില്ല. എന്താ പറയുന്നതെന്ന് ഞാൻ കേട്ടിരിക്കുകയുള്ളൂ, മനസ്സിലാക്കുവാനുള്ള ത്രാണിയില്ല. എൻ്റെ തലച്ചോറൊക്കെ മരവിച്ചിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഇഞ്ചക്ഷൻ, അവൻ മറ്റ് മരുന്ന്, കഞ്ചാവ്, മദ്യപാനം, ഇതിനൊക്കെ ഞാൻ അഡിക്റ്റഡ് ആണ്. എനിക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എൻ്റെ സ്വന്തം സഹോദരിയുടെ മുൻപിലേക്ക് ഞാനൊരു ഭർത്താവിനെ പോലെ കടന്നു ചെന്നു. സ്വന്തം 24 വയസ്സുള്ള ഒരു മകൻ സ്വന്തം അമ്മയുടെ മുൻപിൽ അമ്മയായി കാണുവാൻ, സ്വന്തം സഹോദരിയായി കാണുവാൻ പോലും സാധിക്കാത്ത ഒരു കുഞ്ഞുകുച്ച്, 24 വയസ്സുള്ള ബിടെക് കഴിഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി വയ്ക്കുവാനായിട്ട് എനിക്കുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ മക്കളുടെ നല്ല ഭാവിയൊക്കെ എവിടെയോ പോയി മറയുന്നു. ഇത് കാണേണ്ട നമ്മുടെ കണ്ണുകൾ തുറക്കാതിരുന്നാൽ നാളെ നമ്മുടെ മക്കൾക്ക് ഭാവി ഉണ്ടാകില്ല. ഒരു വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇന്ന് കല്യാണം നടത്തുവാൻ പള്ളിയിൽ അച്ഛന്മാർ വേണ്ട, സ്വന്തം മാതാപിതാക്കൾ വേണ്ട. ഒരുത്തിയെ കണ്ട് അവളുടെ കൂടെ പോയി 6 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ ഒരാഴ്ച ജീവിക്കുന്നു, പിന്നെ ഡൈവോഴ്സ് ആകുന്നു. അച്ഛന്മാർക്കും എളുപ്പം ജോലി കുറച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ യുവാക്കള് അച്ഛന്മാർക്ക് ജോലി കുറച്ചു കൊടുക്കുകയാണ്. കല്യാണത്തിന് ഒന്നിനും അവന് ആവശ്യമില്ല, മാതാപിതാക്കളെ പോലും ആവശ്യമില്ല. ജന്മം കൊടുത്ത മാതാപിതാക്കളെ നോക്കി നിന്ന് കരയുവാനല്ലാതെ അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അവിടുന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:15 പറയുന്നു, അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വചനം കൊടുക്കേണ്ട നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തില് ഈ മദ്യപിക്കുന്ന വ്യക്തികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകളെ അടച്ചുകൊണ്ട് നടന്നു പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് കായനോട് ചോദിക്കുന്നുണ്ട്, കായൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന്. ഇന്ന് എന്നോടും ചോദിക്കുന്നുണ്ട്, സഹോദരി, നിന്റെ സഹോദരൻ എവിടെയെന്ന്. ഞാൻ പറയുകയാണ്, എനിക്കറിയില്ല. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാകേണ്ട വ്യക്തിയാണ് ഞാൻ, പക്ഷെ അവനെ എനിക്കറിയത്തില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നില്ല. എന്നോട് ചോദിക്കുകയാണ്, അവൻ നശിച്ചു പോകുമ്പോൾ നീ ഉത്തരവാദിയല്ലേ? അവൻ നശിക്കുവാൻ നീ ഒരു കാരണക്കാരിയല്ലേ എന്ന് എന്നോട് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു പോകുകയാണ്. ഈ പൈശാചിക ശക്തികളെ ബന്ധിക്കുവാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവിടുന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽക്കാരും അമലേക്കരും തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധത്തിൽ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവർ വിജയം കണ്ടെത്തിയിരുന്നു. നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി ഇതുപോലെ കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പിതാക്കന്മാരെ ഇതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. സമൂഹത്തിനും ഒരു പങ്കുണ്ട്. സമൂഹത്തിലെ ഓരോ വ്യക്തികളും ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നോക്കി അവരെ ഒന്ന് ഹായ് പറയുവാൻ, അവരെ ഒന്ന് സന്തോഷത്തോടെ കാണുവാൻ, ഒന്ന് അംഗീകരിക്കുവാൻ സാധിക്കുമ്പോൾ അവർ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരും. അവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ഈ ദുഷ്ടപിശാചിൽ നിന്ന് നേടിയെടുക്കുവാനായിട്ട് നമുക്കും സാധിക്കുകയുള്ളൂ. അങ്ങനെ ലഹരിയില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ, മദ്യമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് ഒന്നിച്ചണിച്ചു തരാം. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിശ്രമിക്കുവാൻ. ഇന്ന് ഞാനെങ്കിൽ നാളെ നീയാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെ സമൂഹത്തെ, ഒരു നല്ല കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈശോ വസിക്കുന്ന ഒരു നാടാകുവാൻ നമുക്ക് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം, കൈകോർക്കാം. ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശഗോളത്തിലീശോ
സ്വർഗത്തിൻ പാദത്തിലീശോ മൂന്നാണി മധ്യത്തിലീശോ മുറിവേറ്റു നിൽക്കുന്നൊരീശോ കുരിശു വരച്ച രക്ഷ ക്രൂശിതനായ രക്ഷ കുരിശിൽ ന്യൂനം രക്ഷ കുരിശിൽ മാത്രം രക്ഷ സാത്താനകലും കുരിശ് സാക്ഷ്യം നൽകും കുരിശ് മുദ്രിതമാകാൻ കുരിശ് ലേപനമേകാൻ കുരിശ് അനുരഞ്ജനത്തിന് കുരിശ് ആശീർവദിക്കാൻ കുരിശ് സൗഖ്യം നൽകും കുരിശ് ബലിയടയാളം കുരിശ് രോഗികൾ കാണും കുരിശ് പീഡിതർ കാണും കുരിശ് ആശ്വാസത്തിന് കുരിശ് ആശ്രയമേകും കുരിശ് സങ്കടമകലും കുരിശ് സാന്ത്വനമാകും കുരിശ് ജീവിത വഴിയിൽ കുരിശ് വഴിവെട്ടത്തിന് കുരിശ് ജ്ഞാനം നൽകും കുരിശ് ബോധം നൽകും കുരിശ് അനുസരണത്തിന് കുരിശ് രൂപാന്തരത്തിന് കുരിശ് അദ്ഭുത വഴിയിൽ കുരിശ് അനുഗ്രഹമേകാൻ കുരിശ് സ്നേഹം നൽകാൻ കുരിശ് സ്നേഹിതരാകും കുരിശ് ആണി പതിഞ്ഞൊരു കുരിശ് രുതിരമൊഴുക്കിയ കുരിശ് ദൈവഹിതത്തിൽ കുരിശ് ദൈവം നൽകിയ കുരിശ് ജീവിത ബലിയൊരു കുരിശ് അരമന വീതിയിൽ കുരിശ് ശിമയോൻ താങ്ങും കുരിശ് കാൽവരിഗിരിയിൽ കുരിശ് ഹല്ലേലൂയ 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 പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 23:1 പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഷോജോ. ഞാൻ താമസിക്കുന്നത് ആലപ്പുഴയിൽ. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വൈഫ്, 2 പെൺമക്കൾ, പിന്നെ മമ്മി. എൻ്റെ ജോലി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് 3.5 വർഷത്തിന് മുമ്പേ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. അതെങ്ങനെ നിർത്താൻ പറ്റി, അതിനുശേഷമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനെൻ്റെ കുഞ്ഞിലെ കാലം തൊട്ട് എൻ്റെ പപ്പയുടെ മദ്യപാനം കണ്ടാണ് വളരുന്നത്. സ്വന്തമുണ്ടായിരുന്ന വീടെല്ലാം പപ്പ കുടിച്ച് നശിപ്പിച്ചു. അപ്പോഴും എൻ്റെ മമ്മി പറയുമായിരുന്നു, മോനെ നീ ഈ മദ്യപിക്കല്ലേ ഒരിക്കലും ഒന്നും. അപ്പോൾ ഞാൻ മമ്മിയോട് പറയായിരുന്നു, മമ്മി ഒരിക്കലും ഞാൻ മദ്യപിക്കത്തില്ല എന്ന്. പപ്പ സ്വന്തമായിട്ടുണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റ് നശിപ്പിച്ചത് കൊണ്ട് മമ്മിയുടെ ഓഹരി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന് താമസിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് എൻ്റെ കോളേജ് ജീവിതം ആരംഭിച്ചു. ഞാൻ 2nd ഇയർ വരെ മദ്യപിക്കാതെ പിടിച്ചു നിന്നു. ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും കൂട്ടുകാരുടെ പേരണയിൽ ഞാൻ ചെറുതായിട്ട് മദ്യപിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മദ്യപാനത്തിൻ്റെ ലെവൽ കൂടാൻ തുടങ്ങി. പിന്നെ മദ്യപാനം മാറി കഞ്ചാവായി, ഹാൻസ്, സിഗരറ്റ്, അങ്ങനെ ഇല്ലാത്ത എല്ലാമായി.
എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിടുതലില്ലാത്തൊരവസ്ഥയിലോട്ട് ഞാൻ മാറി. അങ്ങനെ എനിക്ക് വിസിറ്റിന് ദുബായി പോകണമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീട് വിപ്പിച്ചു. ഞാൻ ഗൾഫിൽ പോയി. ദുബായിൽ പോയിട്ട് ഞാൻ ഒരാഴ്ച മാത്രം അവിടെ ജോലി അന്വേഷിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അവിടെ കൂട്ടുകൂടി നശിപ്പിക്കാൻ തുടങ്ങി. കൊണ്ടുപോയ പൈസ മൊത്തം തിരിച്ച് ഒന്നുമില്ലാത്തവനായിട്ട് ഞാൻ തിരിച്ചു വന്നു. പിന്നെ പഴയ രീതിയിൽ തന്നെ വാടക വീട്ടിലോട്ടായി താമസം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ജോലിക്ക് കയറി. എൻ്റെ മദ്യപാനം കാരണം മൂലം എനിക്കൊരു കമ്പനിയിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓരോ കമ്പനിയിലും ഞാനിങ്ങനെ മാറി മാറി നിന്നുകൊണ്ടിരിക്കുന്നത് മദ്യപാനം കാരണം. അങ്ങനെ ഇരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം ഞാൻ ബിസിനസ് ചെയ്യാനും മദ്യപിക്കാനും വേണ്ടി എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണങ്ങൾ ഓരോന്നായിട്ട് ഊരി വിറ്റ് നശിപ്പിച്ചു. ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമായി എൻ്റെ കുടുംബം. അങ്ങനെ പതിയെ മദ്യപാനം കൂടി എൻ്റെ പപ്പായായിട്ട് മദ്യപാനമായി. എന്നിട്ട് പപ്പായായിട്ട് വീട്ടിൽ വഴക്കായി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈഫും അമ്മയും നിൽക്കുമായിരുന്നു. അവർക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറവുമായിരുന്നു ഞങ്ങളുടെ മദ്യപാനം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പപ്പായ്ക്ക് മദ്യപാനം കൂടി കോമ സ്റ്റേജായി, ബ്രെയിൻ ഡെത്ത് വന്നു, ലിവർ സിറോസിസ് ആയി. പപ്പ ഒരു 2-3 ആഴ്ച കാലം ഈ കോമ സ്റ്റേജിൽ കിടന്നു. അതിനുശേഷം പപ്പ മരിക്കുകയുണ്ടായി. ആ ഒരു 45 പപ്പയുടെ 45 വരെ ഞാൻ പിടിച്ചു നിന്നു. അതിനുശേഷം പഴയക്കാലം അപ്പുറമായിട്ട് പിന്നെ മദ്യപിക്കാൻ തുടങ്ങി. ഓരോരോ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു തുടങ്ങി. ഇത് മാറണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അതുപോലെ ഞാൻ അഡിക്റ്റായിരുന്നു. ഇതില്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. എൻ്റെ മൂത്ത മോളെ വിളിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് വരത്തില്ലായിരുന്നു. ചാച്ചനെ കാണുന്ന പേടിയായിരുന്നായിരുന്നു ആ കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനപ്പോൾ ഓർക്കും, കർത്താവേ, ഈ മദ്യപാനം എനിക്ക് നിർത്തണം. ഇങ്ങനെ ഇരിക്കുകയാണ് ഫാദർ എഡ്വേർഡ് പുത്തമ്പരക്കലിൻ്റെ നേതൃത്വത്തിൽ നയിക്കുന്ന തിബേരിയാസ് സ്നേഹിതരെക്കുറിച്ച് അറിയാൻ എൻ്റെ മമ്മി ഇടയായി. അങ്ങനെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു ഒന്ന് ചെന്ന് കാണാൻ പറഞ്ഞു. എനിക്ക് മനസ്സിൽ താല്പര്യം ഉണ്ടായെങ്കിലും എനിക്ക് പോകാനും മടിയായിരുന്നു. എങ്കിലും എനിക്ക് ഉള്ളിൽ നിന്നൊരു വിളി ഉണ്ടായി, നീ പോകുന്നു. അതനുസരിച്ച് അച്ഛനെ ചെന്ന് കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, ഈ മാസം നടക്കുന്ന ധ്യാനത്തിൽ നീ വന്ന് പങ്കെടുക്കുക. ഞാനപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ലീവ് കിട്ടത്തില്ല. അച്ഛൻ പറഞ്ഞു, അതൊക്കെ ദൈവം ഏറ്റെടുത്തോളും, നീ വന്ന് ഈ ധ്യാനം കൂടാൻ പറഞ്ഞു. ഞാനും ഓർത്തു, എന്തും പറയട്ടെ, എനിക്ക് മാറണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ മരിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി. ആദ്യത്തെ 8 ദിവസമാണ് അവിടുത്തെ ധ്യാനം എന്ന് പറയുന്നത്. ആദ്യത്തെ 2 ദിവസം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ തൊടണമേ. ഞാൻ പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു, എന്നെ സ്പർശിക്കണമെന്ന്. കർത്താവിനെ തൊട്ടു. അവിടുത്തെ ഓരോ ദിവസത്തെയും ശുശ്രൂഷ എന്നെ മാറ്റിമറിക്കുമായിരുന്നു. ഒരു പുതുജീവിതം തന്നെ എന്നെ അനുഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞു പുറത്തു വന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഞാൻ കുഞ്ഞിലെ തൊട്ട് വാടകയ്ക്കാണ് താമസിക്കാൻ തുടങ്ങിയത്. എനിക്കൊരു 2 സെൻറ്റ് സ്ഥലം തരണേ. ഞാൻ അതിൻ്റെ അത് ഷെഡ് വെച്ച് താമസിച്ചോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചു. കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, മോനെ, നിനക്ക് പാസ്സാകത്തില്ല. കാരണം നീ പണ്ടൊരു ബൈക്ക് എടുത്തിരുന്നു, അതുകൊണ്ട് സിബിൽ എന്ന് പറയുന്ന സെക്ഷനിലുണ്ട്, നിനക്ക് അതുകൊണ്ട് ലോൺ പാസ്സാകത്തില്ല. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചു. അതായത് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുവാൻ ബുദ്ധിമുട്ടുള്ള ഫണ്ടാണ് എനിക്ക് പാസ്സായത്. 7 lakhs rupees എനിക്ക് പാസ്സായി. പ്രൈസ് ലോർഡ്. അതിനുശേഷം ഞാൻ എൻ്റെ വീട് കാണുവാൻ തുടങ്ങി. പക്ഷേ ഞാൻ താമസിക്കുന്ന അടുത്തൊന്നും എനിക്ക് ഭവനം കിട്ടിയില്ലായിരുന്നു, ഭയങ്കര വിലയായിരുന്നു. പക്ഷേ കർത്താവ് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്കൊരു വീട് സ്ഥലവും ഒരുക്കി തന്നു. പ്രൈസ് ലോർഡ്. അതായത് 15 ലക്ഷം രൂപയ്ക്ക് ഒരു വീടും സ്ഥലവും കൂടെ കർത്താവ് തന്നു, റോഡ് സൈഡിൽ. എൻ്റെ ആകെയുള്ള ലോൺ പാസ്സായ 7 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി. ഞാൻ ചോദിക്കുന്ന ആൾക്കാരെല്ലാം എനിക്ക് പൈസ തരുമായിരുന്നു. നേരത്തെ എന്താ കണ്ടാൽ മാറി നടക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എനിക്ക് പൈസ തരുമായിരുന്നു. എൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് 9,000 rupees എനിക്ക് മിച്ചം വന്നു. പ്രൈസ് ലോർഡ്. ഞാൻ എൻ്റെ വീടിനിട്ടിരിക്കുന്ന പേര് തിബേരിയാസ് വില്ല എന്നാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ധ്യാനം കൂടിയ ആ സെൻറ്ററിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്, തിബേരിയാസ്. ഞാൻ അവിടെ വന്ന് ധ്യാനം കൂടിയോണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടിയത്. അതായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും മമ്മിക്ക് ഈ ഒരു വീട് സ്വന്തമായി കിട്ടി എന്നുള്ളത്. അതുപോലെ ഞാൻ യോഗ്യനല്ലായിരുന്നു, മഹാപാവിയായിരുന്നു ഞാൻ എന്നിട്ട് എൻ്റെ വീട് 2 ദിവസം ഞാൻ വഴിമാറിപ്പോയി. പഴയ വീട്ടിലോട്ടാണ് പോയത്, വാടക വീട്ടിലോട്ട്. എനിക്ക് അറിയുന്നില്ലായിരുന്നു എനിക്ക് ദൈവം സ്വന്തമായിട്ട് വീട് തന്നു. അത്രയും വലിയ അനുഗ്രഹമാണ് ദൈവം എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിന് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം വീടിന് വേണ്ടി സഹായിച്ചവർക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. കർത്താവ് നല്ലൊരു ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കർത്താവ് ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ ക്ലർക്കായിട്ട് എൻ്റെ വൈഫിന് ജോലി തന്നു. പ്രൈസ് ലോർഡ്. തോബിത്ത് 4:21 പറയുന്നുണ്ട്, മകനെ, നമ്മൾ ദരിദ്രനായി തീർന്നതിൽ ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്താൽ, ദൈവത്തിന് പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. പ്രൈസ് ലോർഡ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമായിരുന്നു. 2ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു.
വൈഫിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കർത്താവ് അതും ഏറ്റെടുത്തു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പ്രഗ്നൻസിയുടെ ലാസ്റ്റത്തെ കുഞ്ഞിൻ്റെ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കിഡ്നിക്ക് ബ്ലാഡറിന് ചെറിയ വീക്ക് ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് ഭയപ്പെട്ടൊന്നുമില്ല, കാരണം കർത്താവായ ഈശോ എൻ്റെ കൂടെ എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കർത്താവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവിനെ അനുഗ്രഹിച്ചു. നല്ലൊരു പെൺകുഞ്ഞിനെ തന്നു, കർത്താവിനെ അനുഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. ആലപ്പുഴയായിട്ട് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു എൻ്റെ വൈഫിൻ്റെ ഡെലിവറി. 10,40,000 രൂപ വില വരുന്ന ബില്ല് വരുന്നതാണ്. കർത്താവിനെ കൊണ്ട് 5 പൈസ പോലും മുടക്കിച്ചില്ല. എൻ്റെ കമ്പനി ഏറ്റെടുത്തു അതിൻ്റെ ചിലവ് മുഴുവനും. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്ക് കർത്താവ് ഓരോന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കൊരു വണ്ടി തരണം, എല്ലാവർക്കും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇവിടുന്ന് പല ജില്ലകളിലും പോയി അന്വേഷിച്ചു. പക്ഷേ കർത്താവ് എനിക്ക് തന്നു പുതിയൊരു കാറ്. 4,10,000 രൂപ വിലയുള്ള ഓൺ റോഡ് വിലയുള്ള കാർ കർത്താവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. ഞാൻ ഈ 3.5 വർഷമായി ഇപ്പോൾ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ട്. ഞാൻ 11 വർഷവും ഞാൻ ഇതിന് അഡിക്റ്റ് ആയിരുന്നു. ഈ 11 വർഷത്തെ ജീവിതവും ഈ 3.5 വർഷത്തെ ജീവിതവും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 3.5 വർഷത്തെ ജീവിതമാണ് ഞാൻ തീർച്ചയായിട്ടും ആസ്വദിക്കുന്നത്. ഈ 11 വർഷം ജീവിച്ചതൊന്നും ഒന്നുമല്ല. കാരണം കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ദുഃഖമാണ് എനിക്ക് അലട്ടിക്കൊണ്ടിരുന്നത്. ഇതാകുമ്പം ഇപ്പോൾ ഞാൻ മാത്രമല്ല സന്തോഷിക്കുന്നത്, എൻ്റെ മക്കൾ, എൻ്റെ വൈഫ്, എൻ്റെ അമ്മ, പിന്നെ ഞാനുമായിട്ട് എൻ്റെ ബന്ധുക്കൾ, ഞാനായിട്ട് സഹകരിച്ച് നിൽക്കുന്നവർ. പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്ക്. എനിക്ക് പ്രലോഭനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കമ്പനിപരമായിട്ടും അല്ലാതെയൊക്കെ. പക്ഷേ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നു, അതിലൊന്നും ഞാൻ വീണ് പോയില്ല. ഈ ധ്യാനം കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് 2 പോലീസ് കേസുകളുണ്ടായി. പക്ഷേ ഒന്നിലും ഞാൻ വീണില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ വിസിറ്റിൽ ഖത്തറിൽ പോവുകയുണ്ടായി. അവിടെ ഒരു 1000-600 പേര് ഉള്ള ക്യാമ്പിലോട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടത്. കൂടുതൽ പേരും ക്രിസ്ത്യാനികളാണ്. എന്നാൽ അവർക്ക് പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ല. വയറത്ത് അനാവശ്യമല്ലാതെ അവർ സംസാരിക്കത്തില്ലായിരുന്നു. ഞാൻ അവരുടെ ഇടയിൽ പോയി, പക്ഷേ എനിക്ക് അവരുടെ കൂടെ ചേരാമായിരുന്നു. ഞാൻ ചേർന്നില്ല. ഞാൻ ആ സമയം പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തി. കർത്താവ് എന്നോടുള്ള വിശ്വാസം എന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവിൻ്റെ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലാതെ ജോലിയില്ല എന്നുള്ളൊരു ഇതും പറഞ്ഞ് ഞാൻ പാവത്തിലേക്ക് വീണില്ല. ഞാൻ അവിടെ ഒരു ചേട്ടനുമായിട്ട് ഷെയർ ചെയ്തു. ഞങ്ങളൊരു ജവമാല ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കി. ഇപ്പോൾ അവിടെ 12 പേരായി. ഞങ്ങൾ 2 പേര് വെച്ച് തുടങ്ങിയത്. യാക്കോബിൻ്റെ 1-ാം ലേഖനത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവൻ്റെ കിരീടം നൽകും. എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എൻ്റെ ഈ സാക്ഷ്യം ഒരു പ്രചോദനമാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന